ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാത്ര ബൈറ്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാത്ര ബൈറ്റ്സ് എന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേമ്പലയുടെ ഒരു സ്നാക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനോ നമുക്കിത് ഡിന്നറിനാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം, ലഞ്ചിനാണെങ്കിലും ഇത് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ റെസിപ്പി ഫുള്ളായിട്ട് വയറേക്ക് നിങ്ങൾക്ക് വിശക്കത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഇത് ചേമ്പലയുടെ ഇലയാണ്. ഇത് ചേമ്പലയുടെ ഇലയും കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ആണെങ്കിൽ മാർക്കറ്റിൽ മേടിക്കാനാണ് കിട്ടുന്നത്. നാട്ടിലത്തെ കൂട്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ നമുക്കാണെങ്കിൽ നമ്മുടെ വാതയ്ക്ക് തന്നെ നമുക്കിത് കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വാതയ്ക്കലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് വേസ്റ്റാക്കി കളയാൻ നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ചേമ്പലയും കുട്ടിയൊക്കെ നമ്മളിതുപോലെ കഴിക്കുകയാണെങ്കിൽ വല്ല ഇങ്ങനെ നമുക്ക് വായക്കകത്ത് നാക്കൊക്കെ ചൊറിയുന്ന കൂട്ടൊക്കെ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, മസ്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും അധികം ഞാൻ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനാണെങ്കിൽ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ കുറച്ച് 3 ഇല ഞാൻ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി വീഡിയോസിന് വേണ്ടിയായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ. അപ്പോൾ ശരിക്കും ട്രഡീഷണൽ രീതി ഇങ്ങനെയല്ല കേട്ടോ. ഓരോ ഇലയ്ക്കകത്ത് നമ്മൾ മാവ് പുരട്ടിയിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് വെച്ച് നമ്മൾ മാവെല്ലാം പുരട്ടിയിട്ട് പിന്നെ ഉരുട്ടി നമ്മളങ്ങനെ റോളാക്കിയിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് പുതിയതായിട്ട് നമുക്ക് ഒത്തിരി കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒത്തിരിയൊന്നും സമയമൊന്നും എടുക്കത്തില്ല നിങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് അതിന് ട്രഡീഷണൽ രീതി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ചേമ്പലൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ എത്രയൊക്കെ വലിയ തണ്ട് നമുക്ക് നാരൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് റോൾ ചെയ്ത് മുറിക്കാൻ പറ്റത്തില്ല, പിന്നെ കടിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം അതൊക്കെ മുറിച്ച് കളയണം. കട്ടിയുള്ള മാത്രം മുറിച്ചാൽ മതി കേട്ടോ, കട്ടി കുറഞ്ഞ് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതെല്ലാം മുറിച്ച് വെച്ച് കുറച്ച് ഒരു പിടി മല്ലിയിലയും കൂടെ ഞാനാണെങ്കിൽ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി വാഷ് ചെയ്തിട്ട് ശേഷം ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചോപ്പറിനകത്ത് 5-6 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ളതാണെങ്കിൽ നാരങ്ങ വെള്ളത്തിയിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആക്കി അവിടെ വെച്ച് കുറച്ച് നേരത്തെ കുതിരാനായിട്ട് വയ്ക്കുക. എന്നിട്ട് ആ നേരം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്നത് ആദ്യത്തെ ആഡ് കൊടുക്കാം. 1/2 കപ്പ് നമുക്ക് കടലമാവ് ആദ്യം ടോട്ടൽ നമുക്ക് 1 കപ്പ് കടലമാവിൻ്റെ ആവശ്യം വരും. പിന്നെ നമുക്ക് അയമോദം ഇട്ട് കൊടുക്കാം. നമുക്ക് കടലമാവിൻ്റെ ഏത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അയമോദം ഇട്ട് കൊടുക്കണം കേട്ടോ, ഗ്യാസൊന്നും കയറാതിരിക്കാനും പിന്നെ ആണെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഹെൽപ്പായിട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ്യണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ, നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളാണെങ്കിൽ അത് പുളിയും പഞ്ചസാരയൊക്കെ നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്നില്ല, ആ വെള്ളം പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ തിക്ക് ബാറ്ററായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും നമുക്ക് ആദ്യത്തെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് നോക്കണം കേട്ടോ, എരിവും ഉപ്പുമൊക്കെ എല്ലാം പാകത്തിനുണ്ടോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഏത് പാത്രത്തിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് നമുക്ക് കുറച്ച് ഓയിലും കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ബാറ്ററി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു 15 മിനിറ്റത്തേക്ക് 15 തൊട്ട് 20 മിനിറ്റുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. നമുക്കാണെങ്കിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിച്ചാത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ 15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ട് എനിക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആയി കഴിയുമ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ പീസാക്കി നമുക്ക് മുറിച്ചെടുക്കും. ഒത്തിരി ചെറുതല്ല, പൊടിയായിട്ടല്ല, ഒരു മീഡിയം പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനകത്ത് 1 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ടിടും. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ചാണെങ്കിൽ വെളുത്ത എള്ള് നമുക്ക് അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇപ്പോൾ നമുക്ക് എരിവൊക്കെ കഴിക്കാൻ, പച്ചമുളക് കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് 2 പച്ചമുളകും നടുകെ കീറി അതും ഇട്ട് കൊടുക്കണേ. എന്നിട്ട് വേണം നമുക്ക് ഈ പാത്ര ബൈറ്റ്സ് അതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പാത്ര ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.